പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം 4 വാക്യം. ഈ മനുഷ്യനൊരു കുലപാതകൻ, സംശയമില്ല. നീതിദേവി ഇവനെ കടലിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ടും ജീവിപ്പാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബർബരന്മാർ അവന് കുലപാതകൻ എന്ന് പേരിട്ടു. എന്നാൽ പൗലോസോ തൻ്റെ കയ്യിൽ മേൽ ചുറ്റിയതായ ആ ദുഷ്ടജീവിയെ തീയിലിട്ട് കളഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ അവൻ്റെ പേര് മാറ്റി, കുലപാതകനെ എന്ന പേര് മാറ്റി ദേവൻ എന്ന പേര് വെളിപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി കഷ്ടമനുഭവിച്ച അപ്പോസ്തലനായ പൗലോസ് തൻ്റെ യാത്രാമധ്യയെ താനും തന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരും തകർന്നുപോയി എന്നുള്ള അവസരത്തിലെത്തി. ആ പ്രതികൂല സാഹചര്യത്തെ തരണം ചെയ്യുവാനുള്ള ദൈവശക്തിയും അഭിഷേകവും തൻ്റെ ഭക്തൻ്റെ മേൽ ദൈവം പകർന്നു. അവസാനം ശേഷിക്കപ്പെട്ട ഒരു പലക മുഖാന്തരമായി മെലിത്ത എന്നൊരു ദ്വീപിൽ ആശ്വാസത്തിനായി എത്തി. എന്നാൽ അവിടെയും തന്നെ ആക്രമിക്കുവാൻ ദുഷ്ടജീവികൾ പുറത്തു വന്നു. തൻ്റെ മേൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകത്താൽ സകല പ്രതികൂലങ്ങളെയും, അതേ അന്തരീക്ഷത്തിൽ നിന്ന് വ്യാപരിച്ച പ്രകൃതിദത്തമായ പ്രതികൂലങ്ങളെയും, ദുഷ്ടജീവികളാൽ ബന്ധിക്കപ്പെട്ടു തകർന്നു പോകുമെന്ന് പറഞ്ഞ പ്രതികൂലത്തെയും തകർത്ത് കളയുവാൻ പൗലോസിൻ്റെ മേൽ വ്യാപരിക്കപ്പെട്ട അഭിഷേകത്തിന് കഴിഞ്ഞു. ഇന്ന് രാവിലെ സമയം നിങ്ങൾ വിവിധങ്ങളായ പ്രതികൂലങ്ങളാൽ ഭാരപ്പെടുന്നവരാണോ? നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഏതുവിധം? ആത്മശക്തിയാൽ ഇന്ന് പകൽക്കാലം സകലത്തെയും ജയിപ്പാൻ ദൈവം നമ്മെ